നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും അത് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ ഹർജി വീണ്ടും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ചായിരുന്നു തള്ളിയിരുന്നെങ്കിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനുമാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് വീണാമണി എത്തിയിരിക്കുന്നു. നമസ്കാരം വീണാമണി. നമസ്തേ സർ. എന്താണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വീണ്ടും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്? എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? ബഹുമാനപ്പെട്ട നീതിപീഠം ഇത് തള്ളു എന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. കാരണം ഇതിൻ്റെ നിൽക്കുന്നത് കേരള സർക്കാരാണല്ലോ. കേരള സർക്കാർ ഈ ബഹുമാനപ്പെട്ട ADM സാറിനെ കൊലപാതകത്തിന് കൂട്ടുനിന്ന പ്രതികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണല്ലോ ഈ CPM കണ്ണൂർ ലോബിയ. അപ്പോൾ അവർ ഇത് പ്രോസിക്യൂട്ടറിനെ സ്വാധീനിച്ചിട്ട് തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ അവിടെ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ നീതിപീഠത്തിന് വിധി എഴുതാൻ ശരിയായ രീതിയിൽ കഴിയില്ല. കാരണം ഒരുപക്ഷെ ആ ബഹുമാനപ്പെട്ട നീതിപീഠം അവരെയും കൊല്ലുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇങ്ങനെ സത്യസന്ധമായ വിധി എഴുതാത്തത്. പക്ഷേ ഞാൻ നീതിപീഠത്തിനോട് താഴ്മയോട് ചോദിക്കുക ചെയ്യുന്നത്, ഇത്രയും നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഈ വിധി നമ്മൾ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഈ നീതിപീഠത്തിൽ നിന്ന് ഇത്രയും കാലത്തേക്ക് നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാൻ നമുക്ക് ഗവൺമെൻറ്റിനോട് ഇനി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ്. കേരള മുഖ്യമന്ത്രി എന്ന ആ പരമോന്നത പദത്തിലിരിക്കുന്ന ആ മുഖ്യമന്ത്രി, അവർക്കും ഒരു മകളുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാം, എൻ്റെ ശരീരത്തിന്, പക്ഷെ ഒരു മനസ്സിനെയും ഇല്ലാതാക്കാൻ നിങ്ങളുടെ CPM പാർട്ടിക്ക് കഴിയില്ല. കണ്ണൂർ ലോബിയ എന്ന ആ അക്രമ രാഷ്ട്രീയം ഉപയോഗിച്ചിട്ട് ഒരു പാവം മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഈ തെളിവുകൾ നശിപ്പിച്ച് തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതിയെപ്പോലും നിങ്ങൾ അവിടെ വ്യാഖ്യാനിച്ച തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം കൊണ്ട് അവിടുത്തെ തെളിവുകളെ ഇല്ലാതാക്കിക്കൊണ്ട് നീതിപീഠത്തിൻ്റെ ശരിയായ നിലയിലേക്ക് പോകുന്നത് പോലും തടയം വെക്കാൻ വേണ്ടി പ്രോസിക്യൂട്ടറിനെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ വിജയിച്ചു എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വെറുതെയാണ്. നിങ്ങൾക്ക് വീണാമണിയുടെ ശരീരത്തിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. ബഹുമാനപ്പെട്ട ADM സാർ മരണപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സ്വദേശത്തേക്കോ പോയിനില്ല. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോടും ഹൈക്കോടതിയോടും ഈ മുഖ്യമന്ത്രിയോടും CPMൻ്റെ കണ്ണൂരിലെ പാർട്ടിയോടാണ്. ഞാൻ ഏതറ്റം വരെ പോയിട്ടും രാഷ്ട്രപതി സുപ്രീം കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് എല്ലാ നീതിയും കിട്ടുമെന്ന് എനിക്കറിയാം. രാഷ്ട്രപതിയും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. എല്ലാവരെയും കയ്യിലെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഈ നീതി കിട്ടും. CBI വരും. ഞാൻ പറയുന്ന കുറേ വ്യക്തിത്വങ്ങളെ നുണപരിശോധന നടത്തിയിട്ടെങ്കിലും ഈ സത്യം തെളിയിക്കാൻ ഞാൻ മുന്നോട്ട് പോകും. അതായത് ഹൈക്കോടതിയുടെ ഇപ്പം വന്ന വിധിയും പൂർണ്ണമായി തെറ്റാണ് എന്നാണ് വീണാമണി പറയുന്നത്. ഉറപ്പായിട്ടും ഇത് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്. നവീൻ ബാബു സാർ മരണപ്പെട്ടപ്പോൾ CPM പോയിട്ട്, അതായത് MV ജയരാജൻ പോയിട്ട് അവിടുന്ന് ബോഡി കത്തിച്ചപ്പോൾ അവിടുത്തെ അനുജനെ സ്വാധീനിച്ചിട്ട് സഹോദരൻ മരണപ്പെട്ട ആ സങ്കടത്തിൽ അവരെ മുതലെടുത്തു. CPM MV ജയരാജൻ അടക്കം പോയിട്ട് മുതലെടുത്തിട്ട് ഒരു പാവം സഹോദരനെ കയ്യിലെടുത്തിട്ട് ആ പാവം കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് ഇതിൻ്റെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം കൊടുത്ത് അവിടെ ബോഡി കത്തിച്ചു. ഈ ബോഡി കത്തിക്കരുതെന്നും റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും സഹോദരനോടും ആ കുടുംബത്തോടും വീണാമണി ചെന്ന് പറഞ്ഞില്ലായിരുന്നു? ഞാൻ അന്ന് തന്നെ പറഞ്ഞതായിരുന്നു. ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് രാവിലെ 6:30 മണിക്ക് കണ്ണൂരിൽ നിന്ന് ഞാൻ നവീൻ ബാബു സാറിൻ്റെ അനുജനുണ്ട്, അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിലാണ് ആ പാവം മനുഷ്യന്, അതായത് ഈ ADM സാറിൻ്റെ അനുജനെ ഇവർ CPM വിലക്കെടുത്ത് പോയി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചതിയിൽപ്പെടുത്തിയിട്ട് ഒരു പാവം മനുഷ്യനെ, ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ മനസ്സ് തളർന്നു പറ്റും, ആ മനുഷ്യനെ കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ CPM വഞ്ചന ചെയ്തു, CPM ദുരുപയോഗം ചെയ്തു ആ പാപം മനുഷ്യൻ. അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ആ മെഡിക്കൽ കോളേജിൽ ഈ 2 പേരാണുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് 2 പേരാണ്, ഈ കൊലപാതകത്തിൽ ബന്ധപ്പെട്ട 2 പേരാണ് മെഡിക്കൽ കോളേജിൽ. ഒന്ന് പ്രശാന്ത്, രണ്ടാമത് ദിവ്യയുടെ ഹസ്ബൻഡ്. അതിലുപരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ത് വൃത്തിയോടും കാണിക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോകരുതെന്ന് ഈ കുടുംബം പറഞ്ഞതായിരുന്നില്ലേ?
തീർച്ചയായിട്ടും അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോവേണ്ടാന്ന്. അപ്പോൾ ഞാൻ എല്ലാം നോക്കിക്കോളാന്ന് കലക്ടറുടെ ആ മറുപടിയും ഇത് ഇങ്ങനെ അവരെ ചതിച്ചു. അനുജനെയും ആ കുടുംബത്തിനെയും ചതിച്ചു. CPM ചതിച്ചിട്ട് വിശ്വാസവഞ്ചന ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം ഉണ്ട്. മന്ത്രി രാജനടക്കം പറഞ്ഞിരിക്കുന്നത് ഈ MV ജയരാജൻ്റെ ഈ ഗോവിന്ദൻ മാഷിൻ്റെ അതല്ലെങ്കിൽ ഇവിടുത്തെ കണ്ണൂർ ലോബിയുടെ CPMൻ്റെ ഗുണ്ടായുസം കൊണ്ട് അവിടെ തെറ്റിദ്ധരിപ്പിച്ചു അനുജനെ, ബഹുമാനപ്പെട്ട ADM സാറിന്റെ അനുജന. അത് മാത്രമാണോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം? അന്തം കമ്മി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ട ആളായിപ്പോയി ഈ ബ്രദർ എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? അതിപ്പം പിന്നെ സഹോദരനെ പിന്നെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ ബോഡി കത്തിക്കുക എന്നത് ഇവരുടെ CPMന്റെ തന്ത്രമായിരുന്നു. അതിനവരെ ദുരുപയോഗം ചെയ്തു എന്നതിന് വേണ്ടിയിട്ടാണോ MV ജയരാജൻ അവിടെ കണ്ണൂരിൽ നിന്ന് കൂടെ പുറപ്പെട്ടത്? അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് ബോഡി കത്തിക്കുക കൂടി ചെയ്താൽ മാത്രമേ ആ ഒരു തെളിവ് നശിപ്പിക്കുക എന്നതൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിന് അവരേതറ്റം വരെ പോയി അതിന് വേണ്ടിയിട്ട് പാവ സഹോദരനെ കൂട്ടുപിടിച്ചു. അവരതിൽ വിശ്വസിച്ചു പോയി, വീണുപോയി. അതായത് നടക്കുന്നത് പോലും അവർ വരുന്നതിന് മുമ്പ് നടത്തരുത് എന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നില്ലേ? അങ്ങനെ തന്നെ ആയിരുന്നു കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻക്വസ്റ്റ് നടത്തിയതും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നിടത്തും കുടുംബം വേണം എന്നുള്ള ബന്ധുക്കൾ വേണം എന്നുള്ള ഒരു നിബന്ധന യഥാർത്ഥത്തിലില്ലേ? ഉണ്ട്. അത് ഒപ്പിട്ട് കൊടുക്കണം. അതായത് ഇവിടെ ഒരു കൊലപാതകം നടത്തി, ആസൂത്രിതമായി കൊലപാതകം നടത്തി, പാർട്ടി പറയുന്നത് തൂങ്ങി മരിച്ചാലും പിന്നെ ഈ തൂങ്ങി മരിച്ചില്ല എന്നത് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. അപ്പം അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് ആ മുറിയിലേക്ക് ആരും കയറാതെ ബോഡി ആരുടെ ഒപ്പില്ലാതെ, അതായത് ബന്ധുക്കളുടെ ഒപ്പ് വേണം. അവരുടെ ബന്ധുക്കൾ ഒപ്പിടുന്നത് കൂടെ ബന്ധുക്കളുടെ സ്വാധീനത്തിൽ മുന്നിൽ വെച്ച് തന്നെ വസ്ത്രം അടിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷമേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിയമം കൂടി ഉണ്ടല്ലോ. അതായത് കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് രാത്രിക്ക് രാത്രി വീണാമണി ഇവിടേക്ക് മലയാളപ്പുഴയ്ക്ക് പത്തനംതിട്ടയിലേക്ക് വരികയും ആ കുടുംബത്തിനെ കാണുകയും ചെയ്തു. ഈ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ വീണാമണി കഷ്ടപ്പെട്ട് അന്ന് അവിടേക്ക് പോകാൻ കാരണം? തലേ ദിവസം, അതായത് ഒക്ടോബർ 2024 ബഹുമാനപ്പെട്ട ADM സാർ മരണപ്പെടുന്നത്. പിന്നെ 15-നാണെന്ന് തോന്നുന്നത് മരണപ്പെടുന്നത്. ഡേറ്റ് ഞാൻ ശരിക്കും പറയുന്നില്ല, കാരണം തെറ്റുപറ്റിയ അബദ്ധമുണ്ട. അപ്പോൾ ആ മരണപ്പെട്ട ദിവസം, അതിൻ്റെ തലേ ദിവസമാണ് ADM സാറിനെ അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി, അഭിമാനത്തെ ക്ഷതേൽപ്പിച്ചുകൊണ്ട് ദിവ്യ സംസാരിക്കുന്നു. അന്ന് ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ കൊണ്ടുപോകുന്നത് ഇവർ പറയുന്ന രീതിയിലുള്ള അവിടെയല്ല കൊണ്ടുപോയത്. അതായത് കൊണ്ടുപോയി മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. മുനീശ്വരൻ കോവിലിൻ്റെ അടുക്ക് പോയിട്ടുമില്ല. അപ്പോൾ അവിടെ ഇറക്കി അങ്ങനെയൊക്കെ പറഞ്ഞ തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ ഞാൻ ശ്രദ്ധിച്ചത് നവീൻ ബാബു സാർ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം രാവിലെ, ഇന്നയാടെയാണ് ഇറക്കിയത്. ശരിക്കും ഇറക്കിയത് മറ്റൊരു ഭാഗത്ത്, കൊണ്ടുപോയത് മറ്റൊരു ഭാഗത്ത്, പക്ഷേ ഇറക്കിയെന്ന് പറയുന്നത് മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ. അപ്പോൾ അത് കണ്ണൂരിലെ ക്യാമറകൾ നോക്കിയിട്ട് ഗവൺമെൻറ് കണ്ടുപിടിച്ചിട്ട് കോടതിയെ ധരിപ്പിക്കണം. അല്ലെങ്കിൽ ക്യാമറയിലെ രഹസ്യങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ CPMൻ്റെ ഗൂഢതന്ത്രത്താൽ ക്യാമറയിലെ കാര്യങ്ങൾ മുഴുവൻ അവർ കളഞ്ഞു എന്ന് വേണം ജനങ്ങളെ മനസ്സിലാക്കാൻ. അപ്പം ഇവിടെ വീണാമണി കണ്ട ഭാഗങ്ങൾ കുറച്ച് മാറ്റമുണ്ട്. അവിടെയല്ല ഷംസുദ്ദീൻ ഇറക്കിയെന്ന് നുണ പറഞ്ഞത് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അന്ന് തന്നെ വൈകുന്നേരം ഈ സാറിൻ്റെ അവിടെ ഈ കലക്ട്രേറ്റിൽ പോയിട്ട് അവിടുത്തെ ക്യാമറയിലുണ്ട് വീണാമണി പറയുന്നത്. എവിടെയാണ് ഇറക്കിയതെന്ന് ഷംസുദ്ദീനോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഇന്നേ സ്ഥലത്ത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇറക്കിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ ഭാഗങ്ങൾ തെറ്റായ രീതിയിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടുനിന്നു, കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ ബഹുമാനപ്പെട്ട ADM സാറിനെ CPM കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മലയാളപ്പുഴയിലേക്ക് ട്രെയിൻ കയറുന്നത്. അതായത് അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ വളരെ പ്രധാനമുണ്ടായിരുന്നു. അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വീണാമണിയാണ് ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അത് എന്തിൻ്റെ? പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോടതി ഒന്നും കൂടി ആ ഫോട്ടോസ് നോക്കിയാൽ മതിയായിരുന്നു. ജഡ്ജിനും മനസ്സിലാവും ആ ഫോട്ടോസ്. അതായത് നവീൻ ബാബു സാറിന് അന്ത്യചുംബനം ഭാര്യ കൊടുക്കുന്ന സമയത്ത് സ്കള്ള് ആ മുഖത്തിന് എവിടെയും തലയോട്ടിക്ക് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ കാണുന്നില്ല. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
മനസ്സിലാവും, ഏതു വ്യക്തിക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മുൻകാലങ്ങളിൽ അവിടെ പ്രവീണും ഡോക്ടർ പിന്നെ ശ്രീജിത്ത് ഡോക്ടർ ഇത് മുൻപിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നതിപ്പോൾ ഇതൊക്കെ തൂങ്ങി മരണം ആണെന്ന് വിധിയിരുത്തിക്കൊണ്ട് എഴുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞു, നവീൻ ബാബു സാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു. അന്ന് സാറിന് 12 മണിക്ക് എൻ്റെയും പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു നീതിമാനായ സത്യസന്ധനായ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, അവിടുത്തെ ഒരു ഡോക്ടേഴ്സിൻ്റെ മറുപടി എനിക്ക് കിട്ടിയത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും അവർ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പൊതിഞ്ഞു കെട്ടിയിട്ട് MV ജയരാജനടക്കം അവിടുത്തെ ഡ്രസ്സും മറ്റ് സാധനങ്ങളുമായിട്ട് കൊടുത്തു വിട്ടു എന്നാണ് 12 മണിക്ക് എന്നെ അറിയിച്ചിരുന്നത്. അതായത് MV ജയരാജൻ അവിടുന്ന് അത് കളക്ട് ചെയ്യുന്നു, ആരെയും കാണിക്കാതെ. അതായത് ഒരു സാമാന്യ മര്യാദയ്ക്ക് സ്വന്തം സബോർഡിനേറ്റ്സിന്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ കളക്ടറേറ്റിലെ ആളുകളെ കാണിക്കാൻ പോലും സമ്മതിക്കാതെ വളഞ്ഞ വഴി കൂടെ കൊണ്ടുപോയി പത്തനംതിട്ടത്തേക്ക് കടത്തുകയായിരുന്നു അതെ, കണ്ണൂർ പൊതുദർശനത്തിന് വെച്ചിനെങ്കിൽ MV ജയരാജനും ഇവിടുത്തെ കണ്ണൂർ ലോബിയോ ഈ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അവിടുത്തെ നല്ലവരായ പൊതുപ്രവർത്തകരും അവിടുത്തെ കളക്ടറേറ്റിലെ നല്ലവരായ സത്യസന്ധരായ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത് വിളിച്ചു പറയുമായിരുന്നു. ഈ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വീണാമണി അവിടെ മലയാളപ്പുഴയിൽ പോവുകയും ഈ വീട്ടുകാരോട് പറയുകയും ചെയ്ത ഒരു സംഭവം, അന്ന് അവർ അത് കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി? ഇന്ന് ഇപ്പൊ അവിടെ അനുജൻ, ആ പാവ സഹോദരൻ, ബഹുമാനപ്പെട്ട ADM സാർ മരണപ്പെട്ടപ്പോൾ അനുജനെ സ്വാധീനിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആ അനുജൻ ഇതിൽ ബോഡി ഒന്ന് അഴിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് CPM-ന്റെ MV ജയരാജനടക്കം, ഗോവിന്ദമാഷടക്കം, ഗോവിന്ദമാഷ മോനടക്കം, ശ്യാമള എന്ന വ്യക്തി വൈഫ് അടക്കം, ഗോവിന്ദമാഷിൻ്റെ വൈഫ്, പിന്നെ അതുപോലെ തന്നെ ദിവ്യ അടക്കം, ദിവ്യയുടെ ഹസ്ബൻഡ് കളക്ടർ ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ, അതുപോലെ പ്രവീൺ എന്ന ആ ഡോക്ടർ, ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലുണ്ടാവുമായിരുന്നു. കുടുംബത്തിനെ സ്വാധീനിച്ച് അവർ കളഞ്ഞത്. റീപോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ, അതായത് വീണാമണി തൻ്റെ പൂർവ്വം ആ വീട്ടിൽ ഒറ്റയ്ക്ക് ചെന്ന് ഒരു പെൺകുട്ടിയായിട്ട് പോലും അവിടെ ചെന്ന് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ആ ADM-ന്റെ നവീൻ ബാബുവിൻ്റെ കൊലപാതകം തെളിയണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വീട്ടിൽ ചെന്ന് സധൈര്യം അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പൂർണ്ണമായും അവഗണിച്ചതാണ് ഈ ഇത്രയും പിന്നെ ഹൈക്കോടതി പോലും തിരസ്കരിച്ച് തിരിച്ചടികൾ കിട്ടേണ്ടി വന്നിരിക്കുന്നത്. ഹൈക്കോടതി പോവേണ്ട ആവശ്യം കോടതിയിലേ പോകേണ്ടി വരില്ലായിരുന്നല്ലോ. ഇപ്പൊ ഇവരന്ന് ആ ബോഡി ഒന്ന് അഴിച്ചു നോക്കി സെർച്ച് ചെയ്ത് കുളിപ്പിച്ച് ഇത് ഒന്നും കൂടി മര്യാദയ്ക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഏത് ഹോസ്പിറ്റലിനും ചെയ്യാം. എന്നോടന്ന് നവീൻ ബാബു സാറിന്റെ അനുജൻ പറഞ്ഞത് എല്ലാ സ്ഥലവും CPM ഭരിക്കുന്നതല്ലേന്ന്. നമുക്ക് ആവശ്യമാണെങ്കിൽ എവിടെ നിന്നും ചെയ്യാം, നമ്മുടെ സഹോദരനാണ്. അപ്പോൾ അവരുടെ ആ മനസ്സിലേക്ക് ഞാനുണ്ട്, എല്ലാം ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് MV ജയരാജൻ നടത്തിയ സമ്മർദ്ദം, CPM നടത്തിയ സമ്മർദ്ദം, മന്ത്രി രാജൻ എന്ന ആ വ്യക്തി നടത്തിയ സമ്മർദ്ദം, ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് എന്ന വ്യക്തി നടത്തിയ സമ്മർദ്ദം, ആ പാർട്ടിയെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അനിയന് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് അടിമയായി മാറി പാർട്ടി. അനുജന്റെ, അതായത് നവീൻ ബാബുവിന്റെ കൊലപാതകത്തെക്കാൾ പോസ്റ്റ്മോർട്ടം നടത്തിയത് തെറ്റാണെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടും അതൊന്നും വിശ്വസിക്കാതിരുന്നത് ഒരു CPM-ന്റെ അന്തം കമ്മിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവർ കരയുകയാണ്, ഇപ്പോൾ നിലവിളിക്കുകയാണ്, ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടും തള്ളുകയാണ്. അതിനൊന്നും ആവശ്യമുണ്ടാകുമായിരുന്നില്ല. അന്നൊരു ധീരമായ നിലപാടെടുത്തിരുന്നെങ്കിൽ, അതായത് ആ ദുഃഖത്തിനിടയിലും, ദുഃഖമാണ് എന്നോട് ഷാജഹാൻ പറഞ്ഞത്, അവർ ട്രോമയിലായിരുന്നു ആ സമയത്ത്. അതായത് വീണാമണി പോയി ഈ കാര്യം പറഞ്ഞു, അപ്പോൾ അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ട്രോമയിലായിരുന്നു. അത് ശരിയാണ്. പക്ഷേ സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ടതാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും ഒരാൾ വന്ന് പറയുമ്പോൾ, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും സത്യം വിളിച്ചു പറയാൻ ഒരാൾ വന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊന്നാകുമായിരുന്നു സ്ഥിതി. യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധി ഒന്നും ഹൈക്കോടതിയിലേക്ക് പോലും ഹർജിയുമായി പോകേണ്ടി വരുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാ തെളിവുകളും, പ്രധാനപ്പെട്ട തെളിവ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. അതിന് അവർക്ക് ഇൻഡയറക്റ്റായി കൂട്ടു നിൽക്കേണ്ടി വന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി MV ജയരാജനെ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ പറഞ്ഞയച്ച് അവരെ കൂടെ നിന്ന് ഞങ്ങളുണ്ട്, കൂടെ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്,
പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്, ഇൻക്വസ്റ്റ് കൃത്യമായി നടത്തിയിട്ടുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് പറ്റിച്ച് ഈ കുടുംബത്തെ വഞ്ചന ചെയ്തു. ആ പാവം പൊന്നു മക്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, അതായത് ഇതിനകത്ത് നേരായ മാർഗത്തിൽ ഒരു നല്ലൊരു അച്ഛനാ, നല്ലൊരു പൊന്നു മക്കളെ അനാഥയാക്കിയിട്ട് അവരുടെ മുന്നിൽ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു CPM എന്ന പാർട്ടി. അതാണ് ആ കുഞ്ഞു മക്കളെ ഇത്രയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വീണാമണി എന്ന സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വാചകം ഇട്ടിട്ടുണ്ട് ആ കുട്ടികൾ, ആ പൊന്നുമക്കൾ. അപ്പോൾ ആ കുട്ടികൾ, ആ പൊന്നുമക്കൾ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ തളർത്താൻ ഇതൊന്നും കൊണ്ടും ആവില്ല. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ നീങ്ങും. ഇതിന്റെ കേസിന്റെ അന്വേഷണം ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ നേടിയെടുക്കും. എനിക്ക് നീതി കിട്ടും. ഇവരിപ്പറയും കേസ് ഞാൻ കക്ഷിയായിരുന്നില്ല, അല്ലാതെ തന്നെ എനിക്ക് കൊടുക്കാം. അതായത് കാരണം നവീൻ ബാബു സാറേ പറ്റും. ഒരു വ്യക്തി മരണപ്പെട്ട സംഭവം കൊലപാതകം, ആസൂത്രിത കൊലപാതകമാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമുക്ക് ഏത് കോടതിയെ സമീപിച്ചും ആ തെളിവ് നിരത്തുമ്പോൾ നമുക്ക് നീതി കിട്ടും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇതിന്റെ പുറകെ തന്നെ ഞാൻ പോയിരിക്കും. എനിക്കത് നീതി വാങ്ങിക്കാൻ കഴിയും, ഉറപ്പുണ്ട്. അപ്പൊ ഇവിടെ പരാജയപ്പെടുന്നില്ല. സമൂഹത്തിന്റെയാണ്. മരണപ്പെട്ടാൽ ഈ മരണപ്പെട്ട ഏതൊരു വ്യക്തിയും ആസൂത്രിതമായി കൊലപാതകം നടത്തിയ നവീൻ ബാബു സാർ ഈ സമൂഹത്തിൻ്റെതാണ്, അവരുടെ ഭാര്യയുടെയും മക്കളുടെയും മാത്രമല്ല എന്ന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ പോയി ഇത് ഞാൻ നീതി വാങ്ങിച്ചു. എന്തായാലും വീണാമണിയാണ് തുടങ്ങി വെച്ചത്, വീണാമണിയാണ് സധൈര്യം വിളിച്ചു പറഞ്ഞത് കൊലപാതകമാണെന്ന്. അതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി വിധി എതിരായി വരുമ്പോൾ ആ കുടുംബം എന്താണോ വീണമണി പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആ വിധി എതിരായി വരുമ്പോൾ വീണാമണി തൻ്റെ ഇടപൂർവ്വം പറയുകയാണ്, ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതി ഓൾറെഡി സമീപിച്ചു കഴിഞ്ഞ് ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്, അത് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈറ്റ് തുടരും, നീതി വാങ്ങി കൊടുക്കുന്നവരെ പോരാടും എന്നാണ് വീണാമണി പറഞ്ഞിട്ടുള്ളത്. നന്ദി, നമസ്കാരം.